friends, I am Pradhin Parat. Welcome back to my channel. രാവിലെ 9 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇന്ന് ഫസ്റ്റ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് ഓസ്ട്രേലിയയിലെ ഒരു വേൾഡ് ഫേമസ് കോസ്റ്റൽ റോഡാണ്, ദ ഗ്രേറ്റ് ഓഷ്യൻ റോഡ്. ജിയോ ചേട്ടനും ആരിഫ് ചേട്ടനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ താമസിക്കുന്ന ട്രുഗനീനിയയിൽ നിന്ന് ഓൾമോസ്റ്റ് 85 കിലോമീറ്റേഴ്സ് ഉണ്ട് ഇവിടെ എത്താൻ. സോ ഏകദേശം 1 hour ട്രാവൽ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഞങ്ങൾ ഇവിടെ എത്താനായെന്നാണ് തോന്നുന്നത്. സീ ഒക്കെ കണ്ടു തുടങ്ങി. ഇന്ന് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് സ്കൈ ഒക്കെ കുറച്ച് ക്ലൗഡി ആയിരുന്നു. ഫ്രണ്ട്സ്, ഇതാണ് ഗ്രേറ്റ് ഓഷ്യൻ റോഡിന്റെ ഒഫീഷ്യൽ സ്റ്റാർട്ടിംഗ്. ഗ്രേറ്റ് ഓഷ്യൻ റോഡ് മെമ്മോറിയൽ ആർച്ച് എന്നാണ് ഈ ഗേറ്റിനെ പറയുന്നത്. ഇത് ജസ്റ്റ് ഒരു ഫോട്ടോ സ്പോട്ട് മാത്രമല്ല, it's actually a memorial for the soldiers who returned after World War I. ഈ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് സോൾജേഴ്സ് തന്നെയാണ്, and that's why it's called the longest war memorial in the world. നിങ്ങൾക്കറിയാമോ, ഗ്രേറ്റ് ഓഷ്യൻ റോഡ് 243 കിലോമീറ്റർ നീളത്തിൽ അന്റാർട്ടിക് ഓഷ്യന്റെ സൈഡിലൂടെ പോകുന്ന ഒരു റോഡാണ്. ഓസ്ട്രേലിയയിലെ ഏറ്റവും മനോഹരവും ഫേമസുമായ റോഡ് ട്രിപ്സിൽ ഒന്നാണിത്. ടോർക്ക് വേ എന്ന സ്ഥലത്താണ് ഈ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അലൻസ് ഫോർഡിൽ ആണ് ഈ റോഡ് എൻഡ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, ആസ് വി ഡ്രൈവ് വി സീ സ്റ്റണ്ണിംഗ് ബീച്ചസ്, പാറക്കെട്ടുകളും റെയിൻ ഫോറസ്റ്റും ഒക്കെ. ഓരോ സ്റ്റോപ്പിലും ഒരുപാട് മനോഹരമായ വ്യൂ പോയിന്റ്സ് ഉണ്ട്. ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി, അപ്പോളോ ബേ. ഇറ്റ്സ് എ ഗ്രേറ്റ് സ്പോട്ട് ഫോർ ബ്രേക്ക്, റിലാക്സ് ചെയ്യാനും ഫോട്ടോസ് എടുക്കാനും പെർഫെക്റ്റ് പ്ലേസ്. ഇഫ് യു ആർ ഡ്രൈവിംഗ് ഗ്രേറ്റ് ഓഷ്യൻ റോഡ്, ഡോണ്ട് മിസ് അപ്പോളോ ബേ. ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസസ്. അപ്പോളോ ബേയിൽ കുറെ സ്മോൾ ഷോപ്സും കഫേസും ഒക്കെ ഉണ്ട്. ഞങ്ങളൊരു വോഫിൾ ഷോപ്പും കണ്ടു. ഞങ്ങൾ അവിടെ നിന്ന് ഡിലിഷ്യസ് ഫ്രണ്ട് ഡെസേർട്ടായ ക്രെപ്പ് കഴിച്ചു. ഇതൊരു ഫിഷിംഗ് വില്ലേജ് ആണല്ലോ. സോ ലഞ്ചിന് ഞങ്ങൾ ഇവിടുത്തെ ക്ലാസിക് ഓസി മീലായ ഫിഷ് ആൻഡ് ചിപ്സ് ട്രൈ ചെയ്തു. ഇറ്റ് വാസ് സോ ക്രിസ്പി ആൻഡ് യമ്മി ഗൈസ്. അപ്പോസ്റ്റോൾ ആയിരുന്നു ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. ബട്ട് ഫോർ സം റീസൺ അങ്ങോട്ടുള്ള റോഡ് ക്ലോസ്ഡ് ആയിരുന്നു. ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോയി. ഹലോ ഫ്രണ്ട്സ്, വി ആർ ഗോയിങ് ടു അവർ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇത്തവണ ഞങ്ങൾ 3 പേരുള്ളൂ. സോ ഗസ് വാട്ട്, അച്ഛനാണ് കാർ ഡ്രൈവ് ചെയ്യുന്നത്. ഓസ്ട്രേലിയയിൽ ഇന്ത്യൻ ലൈസൻസുമായി ആദ്യത്തെ 6 മാസം വരെ നമുക്ക് കാർ ഓടിക്കാം. ഇത് വളരെ യൂസ്ഫുൾ ആണ്, എസ്പെഷ്യലി ഫോർ ദ പീപ്പിൾ കമ്മിങ് ഫോർ ഷോർട്ട് വിസിറ്റ് ഓർ ഫസ്റ്റ് ടൈം ട്രാവൽ. ഇതൊരു സൂപ്പർ എക്സൈറ്റിംഗ് ജേർണിയാണ്. ഞങ്ങൾ ആദ്യം ജീലോങ് വഴി ക്വീൻസ് ക്ലിഫിലേക്ക് പോകും. അവിടെ നിന്നൊരു ഫെറിയിൽ സൊറന്റോയിലേക്ക് പോകും. സൊറന്റോയിൽ നിന്ന് we had to drive all the way to Phillip Island. കുറച്ചു ദൂരം മുന്നോട്ട് പോയ ശേഷം ഞങ്ങൾ ഡീസൽ അടിക്കാൻ നിർത്തി. ഇവിടെ നമ്മൾ തന്നെ ഇറങ്ങി ഡീസൽ അടിക്കണം. ഇറ്റ്സ് വെരി ഈസി ഫ്രണ്ട്സ്. ഞാനും ഒന്ന് ട്രൈ ചെയ്തു. $20 12 ലിറ്റർ ഡീസൽ കിട്ടി. 1 ലിറ്ററിന് ഇവിടെ 1.63 ഓസ്ട്രേലിയൻ ഡോളറാണ്, അറൌണ്ട് 95 ഇന്ത്യൻ റുപ്പീസ്. സിറ്റിയുടെ ഒരു സൈഡിലൂടെയാണ് ഞങ്ങൾ പോയത്. ഇപ്പോൾ നമ്മൾ ജീലോങ് സീസൈഡ് ആണ് പാസ് ചെയ്യുന്നത്. See how beautiful it is. ഞങ്ങൾ ക്വീൻസ് ക്ലിഫിലെ ഫെറി സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തെത്തി.
അല്പം നേരത്തെ ആയതുകൊണ്ട് ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് ഇറങ്ങി നടന്നു. ഇതാണ് ക്വീൻസ് ക്ലിഫ് സീ വാക്ക്. ഇതിലൂടെ നമുക്ക് സീ വരെ പോകാം. അമേസിംഗ് വ്യൂ ആയിരുന്നു ഫ്രണ്ട്സ്. ഇതാണ് ഞങ്ങൾ സൊറന്റോയിലേക്ക് പോകുന്ന ഫെറി. ഫെറിയിലേക്ക് പോകാനുള്ള വണ്ടികളൊക്കെ ക്യൂ നിന്ന് തുടങ്ങി. ഞങ്ങളും വണ്ടിയെടുത്ത് പതുക്കെ ബോർഡിംഗ് സ്ഥലത്തേക്ക് നീങ്ങി. ഇതാണ് ഞങ്ങളുടെ ടിക്കറ്റ്. ഒരു കാറും 3 പേർക്കും കൂടി $112 ആണ്. അറൌണ്ട് 6300 rupees. നല്ല അടിപൊളി കാറുകൾ കാണുന്നുണ്ട് ഗൈസ്. ഞങ്ങൾ ഫെറിയിൽ കാർ പാർക്ക് ചെയ്തു. ഇതാണ് ഞങ്ങൾ പോകുന്ന മാപ്പ്. മെയിൻ ലാൻഡിന്റെ ഒരു എഡ്ജിലാണ് ഞങ്ങൾ. ഫെറിന്റെ ഉള്ളിൽ ഒരു മിനി ലോഞ്ച് പോലെയാണ്. ഒരു കഫേ, കംഫർട്ടബിൾ സീറ്റ്സ്, സീ കാണാൻ വലിയ വിൻഡോസും ഉണ്ടായിരുന്നു. ഇനി ഫെറിയുടെ ടോപ്പ് ഫ്ലോർ ഒന്ന് എക്സ്പ്ലോർ ചെയ്താലോ? Friends, it felt like we were flying over the sea. ഇവിടെ നിന്നാൽ ഫുൾ സീ വ്യൂവും തണുത്ത കാറ്റും ഒക്കെ ഉണ്ട്. ഞാൻ ഡോൾഫിന്റെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്ത് നോക്കി. ഡോൾഫിൻ വരുമോന്നറിയാൻ. നിങ്ങൾ ശ്രദ്ധിച്ചോ, ബ്ലൂവിന് പകരം റെഡ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഓസ്ട്രേലിയൻ ഫ്ലാഗ്. ഇതാണ് ഓസ്ട്രേലിയൻ രജിസ്റ്റേർഡ് മെർച്ചന്റ് ഷിപ്പിൽ യൂസ് ചെയ്യുന്ന ഒഫീഷ്യൽ ഫ്ലാഗ്. നല്ല ഭംഗിയുള്ള പെറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മുൻവശത്തുള്ള ഫെറിയുടെ ഓപ്പൺ സ്പേസിലേക്ക് പോയി. ഹായ്, അതാ ഒരു സീഗിൾ. ഇവിടെ ഒട്ടുമിക്ക പബ്ലിക് ട്രാൻസ്പോർട്സിലും നമുക്ക് പെറ്റ്സിനെ കൊണ്ടുപോകാം. ഫെറി ഇറങ്ങി. ഞങ്ങൾ സൊറന്റോയിലെത്തി. ഇനി ഞങ്ങൾ ഫിലിപ്പ് ഐലൻഡിലേക്ക് ഡ്രൈവ് ചെയ്യുകയാണ്. സൊറന്റോയിൽ നിന്നാണെങ്കിലും മെൽബൺ സിറ്റിയിൽ നിന്നാണെങ്കിലും 2 hours ഡ്രൈവ് ഉണ്ട് ഇങ്ങോട്ട്. അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങൾ ഫിലിപ്പ് ഐലൻഡിലേക്ക് പോവുകയാണ്. This is one of the most popular tourist spot in Victoria. Friends, now we are crossing the Phillip Island Bridge. ഈ ബ്രിഡ്ജ് ആണ് ഫിലിപ്പ് ഐലൻഡിനെയും മെയിൻ ലാൻഡിനെയും കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജ്. സോ ബ്യൂട്ടിഫുൾ. നിങ്ങൾക്കറിയാമോ, ഫിലിപ്പ് ഐലൻഡ് is famous for the penguin parade. നിങ്ങൾ വായിച്ചോ വൊമിൻജേക്കെ എന്ന്? ഇത് വുറുഞ്ചേരി പീപ്പിൾ അഥവാ ട്രഡീഷണൽ മെൽബൺ ആളുകളുടെ ഒരു ലാംഗ്വേജ് ആണ്. വെൽക്കം ആൻഡ് കം വിത്ത് എ പർപ്പസ് എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ഞങ്ങൾ പെൻഗ്വിൻ പരേഡ് വിസിറ്റർ സെന്ററിലെത്തി ഫ്രണ്ട്സ്. സൺസെറ്റ് കഴിഞ്ഞാൽ ലിറ്റിൽ പെൻഗ്വിൻസ് സീയിൽ നിന്നും കരയിലേക്ക് വരുന്നതാണ് പെൻഗ്വിൻ പരേഡ്. ടിക്കറ്റ് ഒക്കെ എടുത്ത് ഒരു ബ്യൂട്ടിഫുൾ വാക്ക് വേയിലൂടെ ഞങ്ങൾ ബീച്ചിലേക്ക് നടന്നു. വിന്റർ ആയതുകൊണ്ട് 5:30 മുതൽ അവർ വന്നു തുടങ്ങും. ഈ കാണുന്നത് ഒരു വൈൽഡ് ഗൂസ് ആണ്. ഇവിടെ ഇരിക്കാനും പെൻഗ്വിനെ കാണാനും നല്ല ഗ്രാൻഡ് സ്റ്റാൻഡ് സീറ്റിംഗ് ഉണ്ട്.
ഞങ്ങൾ എല്ലാവരും പെൻഗ്വിൻസിനെ കാണാൻ വേണ്ടി ഈഗേർലി വെയിറ്റിംഗ് ആയിരുന്നു. ഫ്രണ്ട്സ്, ദ ക്യൂട്ട് ലിറ്റിൽ പെൻഗ്വിൻസ് വന്നു തുടങ്ങി. സ്മോൾ ഗ്രൂപ്പിലാണ് അവർ വരുന്നത്. ഞങ്ങൾ ഇവിടെ ഒരു കാങ്കറൂനെയും കണ്ടു. ബട്ട് പിന്നീടാണ് മനസ്സിലായത് ഇത് കാങ്കറൂന്റെ ഫാമിലിയിൽ വരുന്ന വാലബി എന്ന് പറഞ്ഞ ഒരു ആനിമൽ ആണ്. ഈ ലിറ്റിൽ പെൻഗ്വിൻസ് ഇനി രാത്രി മുഴുവൻ ഇവിടെയുള്ള ചെറിയ കുറ്റിക്കാടുകളിൽ സ്റ്റേ ചെയ്യും. എന്നിട്ട് മോർണിംഗ് അവർ തിരിച്ച് സീയിലേക്ക് പോകും. സോ ക്യൂട്ട് അല്ലേ? ഒരെണ്ണത്തിനെ മെല്ലെ എനിക്ക് ബാഗിലിട്ട് കൊണ്ടുവരാൻ തോന്നി. കുറച്ചു നേരം ഞങ്ങൾ പെൻഗ്വിൻസിന്റെ കൂടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ വിസിറ്റർ സെന്ററിലേക്ക് തിരിച്ചു വന്നു. ഈ കാണുന്ന അത്ര സൈസേ ഉള്ളൂ നമ്മുടെ ലിറ്റിൽ പെൻഗ്വിൻസിന്. അതുകൊണ്ടാണ് ഇവരെ ലിറ്റിൽ പെൻഗ്വിൻസിനെ വിളിക്കുന്നത്. ഇവിടെ എക്സിബിഷൻസ്, ഇൻഫോ പാനൽസ് ഒക്കെ ഉണ്ട്. ഈ ബോർഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഡെയിലി രാത്രി വരുന്ന പെൻഗ്വിൻസിന്റെ കൗണ്ടും ടൈമിങ്ങും അവർ എടുക്കുന്നുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. ഇനി അടുത്ത ഒരു എക്സൈറ്റിംഗ് വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം. അപ്പൊ അതുവരെ ബൈ.